അക്കാദമിയിലെ ആദ്യ പരീക്ഷയിൽ എല്ലാവരും വീഴുമ്പോൾ നമ്മുടെ നായകൻ മാത്രം കൂളായി നിൽക്കുന്നു. മറ്റുള്ളവർ വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ അവൻ കൈകെട്ടി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവൻ മാസാണ് എന്ന്. പക്ഷെ അതൊരു വിജയമായിരുന്നില്ല, അവന്റെ മരണത്തിലേക്കുള്ള വഴിയായിരുന്നു. അവൻ അനങ്ങാതിരിക്കുന്ന ഓരോ നിമിഷവും ശത്രുക്കൾ അവനെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. വിജയിക്കുന്നത് ചിലപ്പോൾ തോൽക്കുന്നതിനേക്കാൾ വലിയ അപകടമാണ് എന്ന് നായകൻ മനസ്സിലാക്കുന്ന നിമിഷം. നമസ്കാരം സുഹൃത്തുക്കളെ, നാനോ മഷീനിന്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മരണത്തിന്റെ സംഗീതവുമായി മാഡം ഹാങ് എത്തുന്നതും അവിടെ നായകൻ നടത്തുന്ന ജീവൻമരണ പോരാട്ടവുമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കഥയിലേക്ക് വന്നാൽ, അക്കാദമിയിൽ അഡ്മിഷൻ കിട്ടിയ സന്തോഷത്തിൽ പരസ്പരം പരിചയപ്പെട്ട് നിൽക്കുകയാണ് കുട്ടികൾ. അപ്പോഴാണ് സ്റ്റേജിലേക്ക് മുഖത്ത് ഒരു ദയയുമില്ലാത്ത ആ മനുഷ്യൻ ഹവൻ യോങ് ലീ കയറി വരുന്നത്. അക്കാദമിയിലെ റൈറ്റ് ഗാർഡിയൻ ആണ് അദ്ദേഹം. അദ്ദേഹം മൈക്കിലൂടെ ഒരു ബോംബ് പൊട്ടിച്ചു. ശ്രദ്ധിക്കുക, ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ പരീക്ഷ തുടങ്ങാൻ പോവുകയാണ്. ഇത് കേട്ടതും കുട്ടികൾ ആകെ ഞെട്ടിപ്പോയി. അവിടെ വലിയൊരു ബഹളം തുടങ്ങി. ഇതെന്താ, ട്രെയിനിങ് പോലും തരാതെ പരീക്ഷയോ? ഞങ്ങളൊക്കെ സാധാരണ കുടുംബത്തിൽ നിന്നാണ്, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. കുട്ടികളുടെ പരാതി കേട്ട് ഹ്വാമ്യോങ് പുച്ഛത്തോടെ ചിരിച്ചു. നിശബ്ദരാകൂ, ഇതൊരു പ്രാഥമിക പരിശോധനയാണ്. ഇതിൽ തോൽക്കുന്നവൻ ഇപ്പോൾ തന്നെ അക്കാദമിക്ക് പുറത്ത്. പിന്നെ അവന് ജീവിതകാലം മുഴുവൻ വല്ല കൃഷിപ്പണിയോ കച്ചവടമോ ചെയ്ത് ജീവിക്കാം. ആയുധം തൊടാൻ അവന് അർഹതയുണ്ടാവില്ല. ആ വാക്ക് കേട്ടതോടെ എല്ലാവരുടെയും കിളിപോയി. തിരിച്ചു പോവുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഹവൻ യോങ് തുടർന്നു, ഈ പരീക്ഷ നടത്താൻ പോകുന്നത് ഞാനല്ല, എന്നെക്കാളും ഭീകരയായ ഒരാളാണ്. അപ്പോഴാണ് സ്റ്റേജിലേക്ക് ആ സ്ത്രീ കടന്നു വരുന്നത്. ഡെമോണിക് കൾട്ടിലെ 5ാമത്തെ എൽഡർ മദം സോയു ഹാങ്. അവരെ കണ്ടതും അവിടെയുണ്ടായിരുന്ന മുതിർന്ന കുട്ടികൾ വരെ ഭയത്തോടെ പിന്നോട്ട് മാറി. കാരണം മ്യൂസിഷ്യൻ സെക്റ്റിന്റെ തലവനായ ഇവർ ശബ്ദം കൊണ്ട് മനുഷ്യരെ കൊല്ലുന്നതിൽ വിദഗ്ധയാണ്. അവർ സ്റ്റേജിൽ വന്നിരുന്ന തന്റെ മാൻഡോലിൻ എന്ന സംഗീതോപകരണം കയ്യിലെടുത്തു. അവർ മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു, നിയമം വളരെ ലളിതമാണ്. ഞാൻ ഈ ഉപകരണം വായിക്കുമ്പോൾ അതിൽ നിന്നും സൗണ്ട് എനർജി പുറത്തുവരും. നിങ്ങൾ ആരും ആ ശബ്ദത്തെ ആക്രമിക്കാൻ പാടില്ല. പകരം ആ ശബ്ദം സഹിച്ചു പിടിച്ചു നിൽക്കുക. വീണു പോകുന്നവർ പരാജയപ്പെടും. സാധാരണഗതിയിൽ ഇവർ ഇത് ഫുൾ പവറിൽ വായിച്ചാൽ കേൾക്കുന്നവരുടെ തല ചിതറിപ്പോകും. പക്ഷെ കുട്ടികളായതുകൊണ്ട് കുറഞ്ഞ പവറിൽ വായിക്കാം എന്ന് അവർ സമ്മതിച്ചു. മാഡം ഹാങ് തന്ത്രികളിൽ വിരൽ തൊട്ടു. തുടക്കത്തിൽ അതൊരു സുഖമുള്ള സംഗീതം പോലെ തോന്നി. പക്ഷെ പെട്ടെന്ന് അന്തരീക്ഷം ആകെ മാറി. ശബ്ദം ഒരു കൊടുങ്കാറ്റുപോലെ കുട്ടികൾക്ക് നേരെ പാഞ്ഞു വന്നു. സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഇന്റേണൽ എനർജി ഇല്ലാത്ത കുട്ടികൾക്ക് അത് താങ്ങാനായില്ല. അവരുടെ ചെവിയിൽ കൂടി രക്തം വരാൻ തുടങ്ങി. എന്റെ ചെവി രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് കുട്ടികൾ ഓരോരുത്തരായി ബോധം കെട്ടുവീണു. നമ്മുടെ നായകനും അത് വലിയൊരു ആഘാതമായിരുന്നു. ചെവിയിലൂടെ കയറിയ ശബ്ദം തലച്ചോറിനെ തുളയ്ക്കുന്ന വേദനയാണ് അവന് നൽകിയത്. വേദന കൊണ്ട് പുളയുമ്പോഴാണ് നാനു ആ ചോദ്യം ചോദിച്ചത്. മുന്നറിയിപ്പ് മാസ്റ്റർ, ഉയർന്ന അളവിലുള്ള ശബ്ദതരംഗങ്ങൾ കാരണം ഇയർഡ്രം തകരാൻ പോകുന്നു. ശരീരം അപകടാവസ്ഥയിലാണ്. നായകൻ പല്ലുകടിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ നാനു? നാനു പറഞ്ഞു, ഉണ്ട്. നിങ്ങളുടെ കേൾവിശക്തി താത്കാലികമായി ബ്ലോക്ക് ചെയ്താൽ ഈ ശബ്ദം തലച്ചോറിലേക്ക് എത്തുന്നത് തടയാം. അത് ചെയ്യണോ? നായകൻ അലറി. പിന്നല്ലാതെ. വേഗം ചെയ്യ, അല്ലെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിക്കും. അടുത്ത നിമിഷം എല്ലാം ശാന്തം. ഒരു സ്വിച്ച് ഇട്ടതുപോലെ ആ ബഹളം അവിടെ നിന്നു. നാനു അവന്റെ ചെവിയിലെ ഞരമ്പുകളെ ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ നായകന് ഒന്നും കേൾക്കുന്നില്ല. അവൻ മെല്ലെ എഴുന്നേറ്റ് നിന്നു. ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് ഭീകരമായ കാഴ്ചയാണ്. കൂട്ടുകാർ നിലത്ത് കിടന്ന് ഉരുളുന്നു, വായ തുറന്ന് അലറുന്നു. പക്ഷെ ശബ്ദമില്ല. ഒരു മൂവി മ്യൂട്ട് ചെയ്തു വെച്ചതുപോലെ. ശബ്ദമില്ലാത്തതുകൊണ്ട് അവന് വേദനയുമില്ല. അവൻ കൈപോലും കെട്ടി കൂളായി ഒരു തുള്ളി വിയർക്കാതെ അവിടെ നിന്നു. അവൻ ചുറ്റും നോക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. മുൻനിരയിൽ നിൽക്കുന്ന ആ 6 തറവാട്ടിലെ രാജകുമാരന്മാർ വീണിട്ടില്ല. അവർ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ചെവി സംരക്ഷിച്ചു പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ അവരുടെ നോട്ടം മുഴുവൻ നമ്മുടെ നായകനിലേക്കാണ്. അവർ പരസ്പരം നോക്കി ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അവൻ നോക്ക്, അവൻ ഒരു കുഴപ്പവുമില്ലല്ലോ. നമ്മൾ പോലും ഇത്രയും കഷ്ടപ്പെടുമ്പോൾ അവൻ എങ്ങനെയാണ് കൂളായി നിൽക്കുന്നത്? മാഡം ഹാങ്ങിനും അത്ഭുതം തോന്നി. ഇന്റേണൽ എനർജി ഒട്ടുമില്ലാത്ത ഇവൻ എങ്ങനെ എന്റെ സംഗീതത്തെ അതിജീവിക്കുന്നു? അവർക്ക് വാശിയായി. അവർ സംഗീതത്തിന്റെ പവർ വീണ്ടും കൂട്ടി. ബാക്കിയുള്ളവർ ചോര തുപ്പി വീഴുമ്പോൾ നായകൻ മാത്രം ഒരു അനക്കവുമില്ല. നായകൻ നാനോയോട് ചോദിച്ചു, നാനോ, എന്തിനാ ഇവരൊക്കെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നാനോ ഉടനെ അവരുടെ മുഖം സ്കാൻ ചെയ്തു നാനോ പറഞ്ഞു, മാസ്റ്റർ,
അവരുടെ മുഖത്ത് അത്ഭുതമല്ല, സംശയവും കടുത്ത ദേഷ്യവുമാണ് കാണിക്കുന്നത്. അപ്പോഴാണ് നായകന് ആ വലിയ സത്യം പിടികിട്ടിയത്. താൻ ചെയ്തത് വലിയ മണ്ടത്തരമാണ്. അയ്യോ, എനിക്ക് ഇന്റേണൽ എനർജി ഇല്ലെന്നാണ് എല്ലാവരും കരുതുന്നത്. അതാണ് എന്റെ സേഫ്റ്റി. പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൂളായി നിന്നാൽ എനിക്ക് എനർജി ഉണ്ടെന്നും ഞാൻ അത് കള്ളത്തരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും അവർ കരുതും. അങ്ങനെ വന്നാൽ ഈ 6 തറവാട്ടുകാരും ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ എന്നെ കൊല്ലാൻ വരും. ഇതൊരു കെണിയാണ്. പരീക്ഷ ജയിച്ചാലും തന്റെ രഹസ്യം പുറത്തായാൽ ജീവൻ അപകടത്തിലാകും. ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടുപോകും. അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഭ്രാന്തൻ തീരുമാനമെടുത്തു. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഞാൻ സ്വയം വേദനിക്കണം. എനിക്കും പരിക്കേറ്റു എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. പക്ഷെ അഭിനയിച്ചാൽ അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ശരിക്കും ശരീരം വേദനിക്കണം. അവൻ മനസ്സിൽ നാനോയോട് ചോദിച്ചു, നാനോ, എനിക്കൊരു സഹായം വേണം. ഇവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ എനിക്ക് ശരിക്കും പരിക്കേറ്റതുപോലെ കാണിക്കാൻ. എന്റെ ശരീരത്തിൽ കുറച്ച് ഇന്റേണൽ ഡാമേജ് കൃത്രിമമായി ഉണ്ടാക്കാൻ നിനക്ക് പറ്റുമോ? ഒരു നിമിഷത്തെ നിശബ്ദയ്ക്ക് ശേഷം നാനോയുടെ മറുപടി വന്നു, അതെ മാസ്റ്റർ, അത് സാധ്യമാണ്. ശരീരത്തിലെ ചില രക്തക്കുഴലുകളിൽ സമ്മർദ്ദം കൊടുത്താൽ ഗുരുതരമായ പരിക്കില്ലാതെ തന്നെ വായയിലൂടെ രക്തം വരുത്താൻ എനിക്ക് സാധിക്കും. നായകൻ ആ റിസ്ക് എടുക്കുമോ? ചോര തുപ്പി അവൻ രക്ഷപ്പെടുമോ? ആ തകർപ്പൻ സീൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.